സൂക്ഷിക്കണോട്ടോ. ചുരുട്ടി ചുരുട്ടി ചുരുട്ടി. ആഹാ, ഒരു തരി പോലും അടിക്കാതെ നാച്ചുറലി വളർന്ന നമ്മുടെ കറിവേപ്പില. തൽക്കാലം ഇതിൽ നമ്മൾ സംതൃപ്തരാകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങുന്നു. സംതൃപ്ത പോരെങ്കിലും എങ്ങനെയുണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ പുളി ഇതിന് ആവശ്യമുണ്ട്. നമുക്കൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. കർക്കിടകം സ്പെഷ്യൽ ചമ്മന്തി ഞാൻ നിങ്ങളോട് പേരിടാനായിട്ട് നിർദ്ദേശിച്ചേക്കുവാ. സൂക്ഷിക്കണോട്ടോ. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുക. കാറ്റത്ത് ഒലഞ്ഞു പോയതാട്ടോ. അപ്പൊ ഇനി അപ്പൊ വെട്ടാന്ന് പറഞ്ഞത് നീ വരുമ്പോ വെട്ടിക്കാന്ന് ഓർത്ത് പിടിക്കാന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്ക് ഇന്നിപ്പോ മഴയില്ല. മഴയത്ത് വെട്ടിയില്ലെങ്കിലേ ഇനിയിപ്പൊ മഴ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഇത് ഉണങ്ങിപ്പോവും. അപ്പൊ മഴയുള്ള ദിവസം ഇത് വെട്ടൂട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരു കൊമ്പ് ഇവിടെ നിന്ന് നമ്മുടെ ഈ കൊച്ചു തോട്ടി എടുത്ത് അതുകൊണ്ട് പറിക്കാവോന്ന് നോക്കോ. ഇല്ലെങ്കിൽ അരിവാത്തോട്ടി എടുക്കാം കേട്ടോ. ഇതിന്റെ തന്നെ വലുതെടുക്കാം. ചിലപ്പോ വലുതെടുക്കേണ്ടി വരും. നോക്കട്ടെ. ഇത് കൊണ്ട് പറിക്കാടി. താഴത്തേക്കായിരിക്കും കേട്ടോ വീഴുന്നത്. ഒടിഞ്ഞു. ഓ, ഇതൊരു ടെക്നിക്ക് തന്നെയാ. ചുരുട്ടി ചുരുട്ടി ചുരുട്ടി. ആഹാ, താഴത്തേക്ക് ഇടണ്ട. കൊള്ളാലോ പരിപാടി. അപ്പ കാണണ്ട ഇങ്ങനെയൊക്കെ പറിക്കണേ. എന്നാ കൊഴപ്പില്ല. വെള്ളം വാലാൻ വെക്കണം. ഞാൻ വരണ്ടേ. നീ ഉള്ളപ്പോ തന്നെ വെട്ടാന്നും പറഞ്ഞിരുന്ന. പക്ഷെ മഴയുള്ളപ്പോ വെട്ടും കേട്ടോ മുകളിലേക്ക്. എന്നാന്നോ കാറ്റത്ത് ചെരിഞ്ഞു നിക്കണോണ്ടോ കറിവേപ്പ് പോകും. അപ്പൊ ഞാൻ മുകളില് ഇലയില്ലാത്ത ഭാഗം വെച്ച് വെട്ടി വിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോ കുനിഞ്ഞു ഇങ്ങനെ ഇത് വന്നോളും. കിളിർപ്പ് വന്നോളും. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ ചെരിഞ്ഞ ചിലപ്പോ ഉറവ് നിന്ന് ചിലപ്പോ പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി വരാം കേട്ടോ. അപ്പൊ കണ്ടോ പരിപാടി. പിന്നെ ഈ മക്കള് കഴുകി വെള്ളം മാലാൻ വെക്കണം. കറിവേപ്പിലയും കൊണ്ട് വേപ്പില കട്ടിയല്ല. വേപ്പില കൊണ്ടൊരു ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി എന്ന് പറയാം. സംഭവം ഉണ്ടാക്കണത് നമ്മള്. അത് ശരി. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഏതായാലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ കറിക്കിടാനല്ല. ഞാനും അത് ഓർത്തു. ോട് നമ്മള് ചോദിക്കാറുണ്ട് പരിസരത്തൊക്കെയുള്ളവരോട്. എല്ലാവർക്കും ഇപ്പൊ വേപ്പായിരുന്നു. കാരണം മഴക്കാലത്ത് തളർത്തിങ്ങനെ തിമിർത്ത് നിൽക്കൂലേ. ഞാനിതും കണ്ട് താഴത്തേക്ക് ഇറങ്ങി വരാം. എന്നിട്ട് നമുക്ക് കഴുകി ഇങ്ങനെ വെള്ളം ഉതിർന്ന് കഴിയുമ്പോ ആ ചീനിച്ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കാം. അപ്പൊ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇറങ്ങി വരാം. ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും അല്ല അപ്പുറത്തെ വശം തിരിഞ്ഞു വന്നപ്പോഴേക്കും അമ്മ ഇറങ്ങി വന്നു. ചെരുപ്പ് നീ അവിടെ ഇട്ടേച്ച് പോന്നായിരിക്കും. നല്ല മണം കേട്ടോ. നല്ല മണം. വാസന ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. അതെ. ഇത് വെച്ചിട്ട് കഴുകി അലമ്പി കഴുകാട്ടോ. കഴുകണ കാണിക്കാം. എന്നിട്ട് വെള്ളം മാലം വെക്കണം. വെള്ളം വാർന്നു കഴിയുമ്പോൾ ചൂടാക്കി എടുക്കുക. അതിൽ വിഷമില്ലാത്ത ഒരു തരി പോലും അടിക്കാതെ നാച്ചുറലി വളർന്ന നമ്മുടെ കറിവേപ്പില. എന്തോരം കറിവേപ്പ അമ്മച്ചി ഇവിടെ നട്ടാർന്നത്. അങ്ങനെ പറയുമ്പോ തന്നെ ഒരു സുഖം അല്ലെ. വിഷമില്ലാത്ത പറയുമ്പോ. പിന്നെ ഇത് മുഴുവൻ പൂർത്തീകരിക്കട്ടെ. ആ കറിവേപ്പെല്ലാം കാലഹരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ വേരേന്നെല്ലാം പൊട്ടി ഇഷ്ടം പോലെ കറിവേപ്പുണ്ടായി. അതുകൂടാതെ ഈ മുറ്റത്തിന്റെ അവിടെയൊക്കെ വിസ്തൃതം കൂട്ടി പണിതപ്പോൾ എവിടെയൊക്കെ നിന്നതൊക്കെ പറിച്ച് കിണറിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ എന്നിട്ട് അത് വേറെ. ഇതിലെല്ലാം ഉപരി തിരുമറിയിൽ എന്നിട്ട് അവിടത്തെ ആ ഭയങ്കര സ്മെല്ലുള്ള ആ കറിവേപ്പില ചാച്ചാച്ചയുടെ പറമ്പിലെ റിങ്കും നീയും മറ്റേ അമ്മാച്ചനൊക്കെ കൂടെ പോയി പറിച്ചുകൊണ്ട് വന്നത് അതെല്ലാം ലൈനായിട്ട് പറമ്പിൽ നിൽപ്പുണ്ട്. കറിവേപ്പിന്റെ ആറാട്ട. കറിവേപ്പില വർഷക്ക് ആർക്കും വേണ്ട. കറിവേപ്പില ഒരു മഞ്ചേർക്കും വേണ്ട അല്ലേ. അത് വേനൽക്കാലത്ത് കിട്ടാനില്ലാത്തോണ്ടാ. അതാ വർഷക്ക് അവരുടെയൊക്കെ പറമ്പിലുണ്ട്. അപ്പൊ പിന്നെ അവരത് അതിൽ നിന്ന് ഇതുപോലെ ഇലച്ചാർത്ത് കൂടിക്കഴിയുമ്പോ എല്ലാവർക്കും അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ വേപ്പന്മാരെ ഒടിയും ചിലപ്പോ. മുടിയൊക്കെ വളരാൻ നല്ല സാധനം അത്. കറിവേപ്പില വേപ്പിലക്കെട്ടി ഉണ്ടാക്കിയേക്കണ വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഉഗ്രനായിരുന്നു. ഉഗ്രന. അത് ഞാൻ സൗകര്യമുള്ളപ്പിച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. എപ്പോഴും ഓർക്കും സമയം കിട്ടാഞ്ഞിട്ട്. ഇഡലിക്കും ഇതിനുമൊക്കെ വളരെ നല്ലതല്ലേ. ഇങ്ങനെ ഇരിക്കട്ടെ. വെള്ളം മാറുന്നു കഴിഞ്ഞ് നമുക്ക്
അയൺ കടായിലിട്ടൊന്ന് ചൂടാക്കാം. അപ്പൊ പെട്ടെന്ന് അങ്ങ് ഇതായിക്കോളും. ഇത് എങ്ങനെയാണെന്നറിയണോ? ശരിക്കും ഇങ്ങനെ കഴുകിയേച്ചേ വെയിലുള്ള സമയത്ത് വെയിലത്ത് വെച്ച് ഉണക്കണം നല്ലത്. വെയിലില്ലാത്തതുകൊണ്ട് അതിന് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അയൺ കടായിലൊന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പൊ വെള്ളം മറന്നു. നമ്മള് ഇതിന് മാത്രം ഉണ്ടാക്കണില്ല, പിന്നെ നമുക്ക് ഉണ്ടാക്കിയേച്ച് വേണമെങ്കിൽ പൂത്ത് പോകാതിരിക്കാൻ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാ ചൂടാക്കിയെടുത്താൽ കുഴപ്പമില്ല. കുറച്ച് വാളംപുളി വൃത്തിയാക്കിയത് നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി നമ്മളെ ചമ്മന്തി എന്ന് പറയണമെങ്കിൽ ചമ്മന്തി എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അതിപ്പോ പരിപാടി തുടങ്ങട്ടെ. കുറച്ച് വാളംപുളി, ഒരു വാളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദേ കായൊക്കെ കളഞ്ഞതാട്ടോ, കുത്തി കായൊക്കെ കളഞ്ഞാതെ. ഒരു നാമ്പ് എനിക്ക് എടുത്തു വെച്ചേക്കും. അത് വേറെ വെച്ചേക്കാം, വേറെ തരാം. പിന്നെ ഇതിൽ ഒഴിക്കട്ടെ കേട്ടോ, എങ്കിൽ ഇച്ചിരി ഇതിൽ നിന്ന് മാറ്റാം. ഇത് ഡൈലൂട്ട് ചെയ്യാൻ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, തിളച്ച വെള്ളം. ശരി. ഇതിന് ഈ പർപ്പസ് ആയതുകൊണ്ട്, അല്ലാണ്ട് ഡൈലൂട്ട് ചെയ്യാൻ ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സാമ്പാറിനൊന്നും ചൂടുവെള്ളം ഒഴിക്കാറില്ല, ചുമ്മാ പച്ചവെള്ളത്തിൽ ചാലിച്ചേച്ച് അതിന്റെ സിറപ്പ് ഒഴിക്കുക പതിവ് എടുത്ത്. അപ്പൊ ഇത്രയും വെള്ളം മതി കേട്ടോ. വെള്ളം വെച്ചതിച്ചിരി അധികമായി, അത് ഫ്ലാസ്കിലേക്ക് വെച്ചേക്കാം. അപ്പൊ ഞാനിത് ഫ്ലാസ്കിൽ ഒഴിച്ചേച്ച് പരിപാടി തുടങ്ങാം. എന്നാന്ന് ഞാൻ പറഞ്ഞില്ല ഇതുവരെ, ഇപ്പൊ വരാം. അപ്പൊ നമ്മളെ ഇച്ചിരി മുമ്പ് കണ്ട പറിച്ച കറിവേപ്പില നമ്മള് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചു. വെള്ളം വാർന്നിട്ടുണ്ടെങ്കിലും വെള്ളം ഫുള്ള് പോയിട്ടില്ല. മഴക്കാലമായതുകൊണ്ട് വേറെ ഉണക്കാൻ മാർഗമില്ല. ഇന്ന് തന്നെ ഇത് ചെയ്യുകയും ചെയ്യണം. പറിച്ചത് കൊണ്ട് വാടിപ്പോവാൻ പാടില്ല. നമ്മുടെ സ്വന്തം കറിവേപ്പെന്ന് നിങ്ങൾ പറിച്ചത് കണ്ടല്ലോ. അപ്പൊ ഇനി ഇത് ചെയ്യാൻ പോണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ ഡ്രൈ ആക്കി എടുത്തേച്ച് പാചകം നടത്തണ വേറെ പാത്രത്തിലാട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് അത്രയ്ക്ക് ഇതൊന്നും ആക്കിയില്ല, ഡ്രൈ ആക്കി മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് കഴിഞ്ഞു. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഏകദേശം ഒന്ന് ഡ്രൈ ആയി കിട്ടി. ഇപ്പൊ തൽക്കാലം ഇതിൽ നമ്മൾ സംതൃപ്തരാകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങുന്നു. സംതൃപ്ത പോരെങ്കിലും ഇപ്പൊ ഒന്നും ചെയ്യാൻ മാർഗമില്ല. ഞാനിപ്പോ ഇതിൽ സംതൃപ്തയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് മറിക്കുവാട്ടോ. പാചകം ഇതിലല്ല കേട്ടോ, പാചകം വേറെ തവയല. ഇതങ്ങ് മാറ്റാം. നല്ലെണ്ണ കേട്ടോ, തവയില് നല്ലെണ്ണ ഒഴിച്ചു. ഇത് മതിയോ? ഞാരപ്പൂ വഴറ്റുമ്പോ വേറെ ചേർത്താൽ മതി. ഒരു സ്വല്പം ഉലുവ, സ്വല്പം ജീരകവും വേണം കേട്ടോ, കടുക് വേണ്ട. നമുക്കിത് ഇതിനാവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതിയല്ലോ. ഇത്രയല്ലേ. ഇപ്പൊ ഇത് ഡ്രൈ ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും. ഇപ്പൊ ഒന്ന് ചൂടാക്കി വെള്ളം വലിക്കുന്നേ ഉള്ളൂ. സ്വല്പം വെള്ളമൊക്കെ അതിൽ ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല അധികം ഇല്ലല്ലോ, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ദേ ഉലുവാട്ടോ. ഇത് പൊട്ടിക്കഴിയുമ്പോ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി, ഇതിന് വേണ്ടിയ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിന്റെ കൂടെ അരയ്ക്കാനായിട്ട് ചേർക്കണം. അരയ്ക്കാനായിട്ടായതുകൊണ്ട് ഞാൻ അധികം ചേർത്തിട്ടില്ല. പിന്നെ വേറെ വെളുത്തുള്ളി ഇഞ്ചി അല്ലാതെ ചേർക്കാനുണ്ട് ചെയ്യുമ്പോഴേ, മിക്സിങ്ങിന്റെ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്രേ എടുത്തിട്ടുള്ളൂ, ഉള്ളി ഇഞ്ചി ഇതിന് വേണ്ടി തൽക്കാലം. പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടി വരുമ്പോ ചെയ്യാം. ഇതൊക്കെ പൊട്ടിയില്ലേ, നേരെ ഉള്ളി ഇഞ്ചിയും കൂടെ ഇട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇത് അരയ്ക്കാനുള്ള ഉള്ളി ഇഞ്ചി ആട്ടോ, മൂപ്പിക്കാനുള്ളത് വേറെ ഉണ്ട്. അത് ലാസ്റ്റ്, ഇപ്പോഴല്ല. ആ സ്മെല്ല് പിക്കിളിന്റെ ഒക്കെ മണം ഇപ്പോഴേ മണം വന്നത്. അത് നല്ലെണ്ണയുടെ, അത് നല്ലെണ്ണ ഒഴിക്കുമ്പോൾ അതിന്റെ മണം പതുക്കി ഒന്നല്ലായി. ഇനി ഈ ഉഴുന്നുപരിപ്പൊക്കെ ചേർക്കണവർക്ക് അത് ചേർക്കാട്ടോ. ഞങ്ങളിത് ചേർക്കണില്ല. പൊട്ടുകടല എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞങ്ങൾ ഇത്രയും മാത്രമേ ചേർക്കുള്ളൂ. ജീരകവും ഉലുവയും വെളുത്തുള്ളി ഇഞ്ചിയും മാത്രം. ഇത് ഇടുക. വേപ്പില ഇട്ടേ. വേപ്പില ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വെള്ളം വലിക്കാനായിട്ട് അയൺ കടായിൽ നമ്മളൊന്ന് ചൂടാക്കിയായിരുന്നു കേട്ടോ. ചൂടാക്കിയായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. ഇത് ശരിക്കും നന്നായിട്ട് ഉണക്കി ചെയ്യുവാണെങ്കിൽ ദീർഘനാൾ കേടാകാതെ ഇരിക്കും. ഞങ്ങൾക്ക് ഇത് അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കാരണം ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം പിന്നെ കേടാവൂല, പൂപ്പലൊന്നും വരില്ല. ഇത് സാമ്പിൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, സ്ഥിരം കാണുന്ന വ്യൂവേഴ്സിന് അറിയാൻ പറ്റും, വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഇത് ഇതിൻ്റെ തണ്ടാട്ടോ, അത് അരയുമ്പോൾ അങ്ങ് അരഞ്ഞു നോക്കുള്ളൂ. വെപ്പിലത്തണ്ടുകൾ ഇടയ്ക്കോടെ കിടപ്പുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റൂല. അപ്പം പിന്നെ നമ്മൾ കൂടുതലുണ്ടാക്കിയത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പരീക്ഷണം ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചെടുത്തേ. ഇപ്പം അത്രയും സാധനമല്ലേ വേസ്റ്റായി പോകുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് ഒന്നൊന്ന് ഞരണ്ട് കൈയും ഇലയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും ചേർക്കണം. 2 തരം മുളക് പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കണം.
പിന്നെ കായും ഉലുവയൊക്കെ ലാസ്റ്റ് അരപ്പിൻ്റെ കൂടെ കേട്ടോ ചേർക്കണം, ഇപ്പോഴല്ല. അരപ്പെന്നിട്ട് വേറെ ഒന്നും പിന്നെ ചെയ്യാനില്ല. പിന്നെ ഇതില്ലേ, ഇത് തണുത്ത് കഴിയുമ്പോൾ പുളിവെള്ളം അങ്ങ് ചേർത്ത് അരയ്ക്കണം. അരച്ചിട്ട് അത് വഴറ്റി അന്നേരമാണ് ഉലുവാപ്പൊടി കായപ്പൊടിയൊക്കെ ആഡ് ചെയ്യണം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിച്ചേർക്കണം ചോളം. ഇതിപ്പോൾ അരയ്ക്കാൻ ചേർക്കണോണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വരുവുള്ളൂ. വെളുത്തുള്ളിയൊക്കെ മുഴുവത്തോടെ ഒന്ന് കിടക്കണ്ടേ ഇതില്, അതിന് വേണ്ടി കുറച്ച് വഴറ്റിയെടുക്കും കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളാ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എങ്ങനെയുണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്ത് തന്നെയായാലും ഇതൊരു ഗുണമുള്ള സാധനം, തലമുടിക്കൊക്കെ വളരെ നല്ലതാണ്. അതല്ല മോശം, ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഗുണമില്ല എങ്കിൽ നിങ്ങളോട് ഗുണമില്ല എന്ന് തന്നെ പറയും. കാരണം അങ്ങനെ പറയണം, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. എല്ലാം നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് എന്തെങ്കിലും പോരായ്കളുണ്ടെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. അതെ, ഇത്രയും ചൂടായാൽ മതി. ഇനി നമുക്ക് പൊടികളിടാം. പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതിന് വേണ്ടിയ മഞ്ഞൾപ്പൊടി മതി. പിന്നെ നമ്മുടെ കളർ മുളക് പൊടി, ദേ അതിന് ഇച്ചിരി എരിവുണ്ട്, നല്ല മുളക് പൊടിയായ കാരണം. നല്ല മുളക് പൊടിയാണ്. ഇച്ചിരി എരിവ് മുളക് പൊടി ചേർത്തേക്കാം പൊടിക്കിട്ടോ. പുളിയൊക്കെ ചേർക്കണമല്ലേ. പിന്നെ വേറെ എരിവ് നമ്മളിതിൽ പച്ചമുളകൊന്നും ആഡ് ചെയ്യണില്ല. അത് കാരണം ഇച്ചിരി ഇത് ചേർക്കണം, അല്ലെങ്കിൽ പുളിയൊക്കെ ചേരുമ്പോഴേ എരിവിൻ്റെ പോരായ്ക വരും. അപ്പം ഇച്ചിരി എരിവ് മുളക് പൊടി ചേർത്തേക്കാം. ഇനിയില്ലേ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത്രയും മതി ഡ്രൈനസ്. ആ പച്ചക്കുത്തൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതൊന്ന് തണുക്കാൻ അനുവദിക്കണം. തണുത്തിട്ടല്ലേ അരയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മിക്സിയിൽ നമുക്ക് അരയ്ക്കണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് തണുക്കാനായിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ച് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. പ്ലേറ്റിൽ ഇരുന്നങ്ങ് തണുത്തോളൂ. ഇപ്പം ഈ കറിവേപ്പില ഇരുന്ന പ്ലേറ്റിട്ട് തന്നെ വെക്കാം. ഇനിയിപ്പോൾ വേറൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്ലേറ്റ് കഴുകി വെക്കണം, ആവശ്യമില്ല. അപ്പം ഇതാകുമ്പോൾ പിന്നെ ഇതിലേക്ക് ഇതിൽ തന്നെയാട്ടോ എന്നിട്ട് നമ്മൾ മിക്സിങ് നടത്തണം. നിരത്തി അങ്ങ് വെക്കാം. വേണമെങ്കിൽ ഫാൻ ഒന്നിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വേഗം അങ്ങ് തണുത്ത് കിട്ടിക്കോളും പരിപാടി. വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി തിരിക്കണോണ്ട്. നീ അന്ന് മേടിച്ചോണ്ട് വന്നില്ലേ? ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞോള് വന്നു. പിന്നെ ആ കുഞ്ഞോളെ കൊണ്ട് ക്ലീൻ ചെയ്ത് വെപ്പിച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ചൂടാറി എത്ര പിന്നെ പച്ചവെള്ളോ? അമ്മ പറയാ പച്ചവെള്ളം പോലെ. ഇതിലെവിടെയാ വെള്ളം? അല്ല, ഞാൻ പറഞ്ഞ അത്രക്ക് തണുത്തൂന്ന. 2 ട്രിപ്പായിട്ടൊന്ന് അരയ്ക്കാം. മറ്റതിലിട്ടാലേ അതിന്റെ അടിയിൽ പറ്റാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇപ്പം അതുകൊണ്ടാട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത്. ഇപ്പം ആദ്യം ഒന്ന് അരച്ചെടുക്കുക, അത് കഴിഞ്ഞ് പിന്നെ ബാലൻസ് രണ്ടാമതിട്ട് അരയ്ക്കുക കേട്ടോ. ചിലപ്പോൾ ഒതുങ്ങി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അരയ്ക്കാൻ പറ്റും, തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അരയ്ക്കും പോലെ. ഇപ്പം ഇത് ചെയ്യണേ എന്നാന്നറിയാമോ? ദേ അപ്പൊ വേറെ വെള്ളം വേണ്ട അല്ലേ? പുളി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. അപ്പൊ പുളി ഇതിന് ആവശ്യമുണ്ട്. നമുക്കൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ പറയാം. ഇത്രയും പുളി വെള്ളത്തിലിടേണ്ട ആവശ്യമില്ലായിരുന്നു. ആ പുളി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. നാളെ സാമ്പാർ വയ്ക്കണം. പിന്നെ തന്നെ എടുക്കാം. ഇത് ആദ്യം അരച്ച് ഞാൻ മാറ്റാം, അത് കഴിഞ്ഞ് ഇത് എടുക്കാം കേട്ടോ. അരച്ചോണ്ട് വരട്ടെ. ഇവിടെ തന്നെ ഞങ്ങൾ അരച്ച് കഴിഞ്ഞപ്പോ പുളിവെള്ളമൊക്കെ ചേർത്ത് തിളച്ച വെള്ളം പുളി ഇട്ട് നമ്മള് ഡൈല്യൂട്ടല്ല പിഴിയാൻ എടുത്ത് വെച്ചത് കണ്ടില്ലേ? ആ പുളിവെള്ളന്റെ പകുതി എടുത്തിട്ടില്ല കേട്ടോ. അതെ, ഇത്ര എടുത്തോളൂ. അത് ചേർത്ത് അരച്ചു കഴിഞ്ഞപ്പോ ഇച്ചിരി അരവ് കുറവുണ്ട് വേപ്പില. അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് അരച്ചെടുത്തോണ്ട് വരട്ടെ. എന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളം തണുപ്പ് മാറ്റിയതേ. അങ്ങനെ ചൂടാക്കിയില്ല. ചൂടാക്കിയ മിക്സിയിലേക്ക് പിന്നെ അത് ശരിയാവൂലല്ലോ. അപ്പൊ തണുപ്പ് മാറ്റി വെച്ച്, അല്ല തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. ചെറു ചൂടാക്കി വെച്ച് അത് തണുക്കാൻ അനുവദിച്ചു. അപ്പം ഞാൻ കറിവേപ്പില മൂപ്പിച്ചെടുത്ത പ്ലേറ്റിലേക്ക് തന്നെ ഒഴിച്ചു. അതാട്ടോ അങ്ങനെ ഇരിക്കുന്നത് കളറ്. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി അരഞ്ഞോളും. മറ്റേ വെള്ളം മാത്രമാണ് ഒഴിച്ചത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അരയാതിരുന്നത്. പിന്നെ ഞാൻ പറയാം. ഏതായാലും ഇത് അരച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ. നല്ല മണ്ണുണ്ട്. പക്ഷെ അരിഞ്ഞില്ലെങ്കിൽ ഇത് വായിലേക്ക് കൊന്തുപോലെ ഇല കയറും കഴിക്കുമ്പോൾ. അത് ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. അരച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് കൊണ്ടുവരാം. ഇതിന് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അരിഞ്ഞു കിട്ടി. കുറച്ചുകൂടെ അരിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഇതിന്റെ മിസ്റ്റേക്ക് എന്നാന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളോട്. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് അത് നമ്മൾ കറിവേപ്പില ശരിക്കും വെള്ളം നന്നായിട്ട് വാർന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഇത് സാധാരണ ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വെയിലില്ല. അപ്പം ഞങ്ങള് തവയിലാം അയൺ കടായിൽ ഞങ്ങളൊന്ന് വാട്ടി എടുക്കും പോലെ എടുത്തായിരുന്നു. അപ്പം ഞാൻ നോക്കി കൂടുതൽ വാട്ടിക്കഴിഞ്ഞാൽ ഇനി അധികം നമ്മൾ ഏതായാലും ഉണ്ടാക്കണില്ല.
കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവോ ഇല്ലല്ലോ. അതെ. അപ്പം കൂടുതൽ വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇത് ഡ്രൈ ആക്കാനായിട്ട് മസാലകളൊക്കെ ചേർക്കുമ്പോൾ കരിഞ്ഞു പോയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ അധികം വാട്ടിയില്ല. അപ്പം ഇത് കുറച്ച് നനവിൻ്റെ അംശം ഇരുന്നത് കൊണ്ടായിരിക്കാം പുളിയൊക്കെ ചേർത്ത് ഇതിലിട്ട് അരച്ചപ്പേ അരയാതിരുന്ന. മറ്റേ ചമ്മന്തി ഗ്രൈൻഡർ നമ്മുടെ ചമ്മന്തി ബൗളിലിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണതാട്ടോ. അതുകൊണ്ട് ഞാൻ ആ പുളിവെള്ളത്തിൽ അരച്ചിട്ട് അരയാത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് തണുത്ത വെള്ളം തണുത്ത വെള്ളമൊന്നും പോട്ടെ, വെള്ളം പതുക്കി ഒന്ന് തണുപ്പ് മാറ്റി ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചത് തണുത്തതിന് ശേഷം ഇട്ട് അരച്ചത് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് മനസ്സിലാവണം. അത് കറിവേപ്പില ശരിക്കും നല്ല ഡ്രൈ ആയിരിക്കണം. ഇപ്പൊ കുഴപ്പമില്ലാതെ ഞാൻ കാണിച്ചു തരാം. എന്തേ കുഴപ്പമില്ല, വെണ്ണ പോലെ ആയില്ല കേട്ടോ, വെണ്ണ പോലെ. അപ്പൊ ഈ ഇതിന്റെ ഒക്കെ കൂടെ കഞ്ഞിയുടെ ഒക്കെ കൂടെ ചാലിച്ചാൽ കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിരിക്കും. മണം അടിച്ചിട്ട് തന്നെ അത് നല്ലെണ്ണയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണാന്ന് എനിക്ക് തോന്നണത്. ഇന്ന് ഞവര വെക്കുമ്പോ ഇത് ഇൻക്ലൂഡ് ചെയ്യാം, കാരണം ഇത് നാച്ചുറൽ ഒരു ഐറ്റം അല്ലേ. അപ്പൊ അത് കർക്കിടകത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാ. കറക്റ്റ് ടൈമിൽ അമ്മയാണ് ഉണ്ടാക്കിയത്. ഇത് കഴിക്കാറായില്ല, ഉപ്പൊക്കെ ചേർത്ത് ഇനിയും വഴറ്റാനൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ബാക്കി പരിപാടി തുടങ്ങാം. ഓക്കെ. ഇപ്പൊ എന്റെ മിസ്റ്റേക്ക്, എന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ. ദേ ആ തവ തന്നെ ചൂടാക്കിയ തവ, ഏതാ വേപ്പില ചൂടാക്കിയ തവ, അതിലേക്ക് സ്വല്പം നല്ലെണ്ണ കേട്ടോ. എന്നാന്നോ കുറച്ച് രുചി കൂട്ടാനായിട്ടുള്ള ഐറ്റംസ് തന്നെ നല്ല രുചിയാണ് അതിന്. ഇനി രുചി കൂട്ടണോ? അങ്ങനെ പറയല്ലേ, വിരല് കടിക്കും രുചി കാരണം. ഞാൻ ആദ്യം ഒരു മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു, കടുക് ഇടൂലാന്ന്. പക്ഷെ ഈ ടൈമിൽ കടുകിടാം. ഒരു വാളം കടുക, 2 തരി കടുക് അല്ലാട്ടോ, ഒരു വാളം കടുക്. കടുക് പൊട്ടിക്കഴിയുമ്പോ നമുക്ക് വെളുത്തുള്ളി, ഒരു സ്വല്പ ഇഞ്ചി കേട്ടോ, അതൊക്കെ അരയ്ക്കാൻ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു പൊലിമയ്ക്ക് വേണ്ടി. മനസ്സിലായോ? മനസ്സിലായി. വെളുത്തുള്ളി, ഇഞ്ചി, എരിവ് തീരെ ഇല്ല, അതുകൊണ്ട് ഒരു 3 കാന്താരി എടുത്തിട്ടുണ്ട്, അത് മതി, എരിവ് കൂടുതൽ വേണ്ട. ഇത് പൊട്ടട്ടെ കേട്ടോ. പൊട്ടിക്കഴിയുമ്പോ അത് ചേർത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുക. അല്ല 2 തരം പൊടി വേറെ ഉണ്ട്, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി കേട്ടോ. 3 കാന്താരിക്ക് നല്ല എരിവുണ്ട്. പിന്നെ വേറെ ഇനി അന്നേരം ചേർത്ത മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇനി മുളക് പൊടി ഒരു സംഭവം ചേർക്കൂല കേട്ടോ ഇതിലേക്ക്, വേറെ എരിവിന് വേണ്ടിയേ വേറെ ഒന്നും ചേർക്കൂല. പുളി ഇച്ചിരി മുന്നിലാണ്, ഉപ്പ് ചേർക്കുമ്പോൾ ശരിയായിക്കോളുമായിരിക്കും. ഇച്ചിരി ശർക്കര ചേർക്കണം. വേണ്ട ശർക്കര ചേർത്താൽ രുചി മാറും. ഇനി ശർക്കര വേണ്ട. അപ്പം നമുക്ക് ഉലുവാപ്പൊടി, കായപ്പൊടി ചേർക്കാനുണ്ട്. ആ ഉപ്പ് ചേർക്കണം അല്ലേ, അതാ ഉള്ളത് കാര്യം. വേപ്പില അരച്ച ഇതാണെങ്കിലും ഒരു സ്വല്പം കാഴ്ചയ്ക്കും ഭംഗിക്കും കൗതുകത്തിനും ഒരു ടേസ്റ്റിനും എല്ലാത്തിനും വേണ്ടി കടുക് വറക്കണം. കൂടെ ഒരു സ്വല്പം ഒരു 3-4 വേപ്പിലയും ഞാൻ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂത്തത് മതി, ഉള്ളി മൂത്തത് മതി, കരിഞ്ഞു പോയാൽ കൊള്ളില്ല. ഇനി ചെയ്യാൻ പോണത് ഈ ചമ്മന്തി അരച്ചതിലേക്ക് അങ്ങ് ചേർക്കും. ഇടട്ടെ, ഞാൻ പറഞ്ഞില്ല അരയിൽ ഇച്ചിരി പോരായ്മയുണ്ട് ബൈ മിസ്റ്റേക്ക് പറഞ്ഞു. അല്ലാതെ ഞാൻ പിന്നെ നമ്മൾ തന്നെ കഴിക്കണം. അപ്പം മിസ്റ്റേക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്താണെങ്കിലും ഞാൻ പറയൂന്ന്. അത് പറയും ഞാൻ. എത്ര പ്രശ്നമാണെങ്കിലും ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാറുണ്ടത്. എൻ്റെ സ്ഥിരം കാണുന്ന വ്യൂവേഴ്സിന് അറിയാമെന്ന് ഞാൻ കരുതണം. മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കോ ഇല്ല, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കും. എൻ്റെ ഭാഗത്തെ ഫോൾട്ടാന്ന് തന്നെ. ഇനി ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? ഒരു പൊടിക്ക് കായപ്പൊടി, പൊടിക്ക് ഉലുവാപ്പൊടി. അപ്പൊ പിക്കിളെന്ന് പറയാൻ പറ്റൂല, കാരണം ഞങ്ങള് വിനീഗർ ആഡ് ചെയ്യണില്ല. അപ്പൊ ചമ്മന്തി എന്ന് തന്നെ പറഞ്ഞാൽ മതി ഇതിനല്ലേ, അതായിരിക്കും ഉചിതമായ പേര്. കർക്കിടകം സ്പെഷ്യൽ ചമ്മന്തി. പിന്നെ എരിവ് മുളക് പൊടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതൊക്കെ ചേർക്കാം. ഞങ്ങളധികം സ്പൈസി ആക്കാത്തോണ്ടാണ് ഈ രീതിയിൽ നിർത്തിയേക്കണം കേട്ടോ. അപ്പൊ ഇച്ചിരി 2 തരം പൊടി ഇച്ചിരിച്ച് അങ്ങ് ചേർത്തേക്കാം. ഉലുവാപ്പൊടി ഒരു തരിയായിട്ടോ ഉള്ളൂ. കായപ്പൊടി ഒരു തരിയേ ഉള്ളൂ. അത് ഇച്ചിരി തരി കൂടിപ്പോയി, എന്നാലും ആ സ്മെല്ലൊക്കെ കിട്ടുമ്പോഴേ നല്ലൊരു. ഇതിന്റെ സ്മെല്ല് എപ്പോഴും ഒരു പ്രത്യേക ഫീൽ. ഞാൻ ആദ്യം ഓർത്തതേ സ്റ്റീലിന്റെ ചെറിയ ചീനിച്ചട്ടി എടുക്കാന്നാ. പിന്നെ വൈകുന്നേരം ആകുമ്പോ ഞാൻ പറഞ്ഞ ഇച്ചിരി മടിക്കുക, 2-3 വീഡിയോ ഒക്കെ കഴിയുമ്പോ ഇച്ചിരി മടി എനിക്ക് കൂടും. അത് കാരണം ഞാൻ ഈ ഇരുമ്പമ്പുളിന്ന ഇത് മൂപ്പിച്ച തവ തന്നെ അങ്ങ് എടുക്കുവായിരുന്നു കേട്ടോ. ഇത് ശരിക്കും വൈറ്റ് എടുക്കായിരുന്നു. അതൊന്നും ഓർത്തില്ല.
നേരം കറിവേപ്പില മൂപ്പിക്കാനായിട്ട് ഇത് എടുത്തു പോയി, അതുകൊണ്ടല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പല പാത്രങ്ങളാണ്, പിന്നെ അത്ര അത് കഴുകൽ പിന്നെ അതത്ര പോരെ, മതി, ഇനി ഒന്നും ചെയ്യണ്ട, മതി. ഇനി നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് ആദ്യം ഒന്ന് കാണിക്കാം, ഒരു ബൗളിലാണ്. വൈറ്റ് കളറിലുള്ള ബൗൾ എടുക്കട്ടെ, അതല്ലേ നല്ലതാണ്. അല്ല മെയിൻ കാര്യം എന്താ ചേർക്കാൻ പറയാഞ്ഞത്? ഉപ്പ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇത് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി. ഉപ്പ് ഒട്ടും ചേർത്തിട്ടില്ല, പക്ഷെ അത് ആ ഒരു ഇത് തോന്നുന്നില്ല. പുളിയ മുന്നിൽ ഉപ്പ് വരുമ്പോഴേ അത് കറക്റ്റായി വരുവുള്ളൂ. ഒട്ടും ചേർത്തിട്ടില്ല നമ്മള്. അതെ, വെളുത്ത പാത്രത്തിലേക്ക് അങ്ങ് സെൻട്രൽ മാളിലെ പാത്രം പണ്ടത്തെ ഒരുപാട് മുമ്പ്. അന്ന് ബിഗ് ബസാറായിരുന്നു, ഇപ്പൊ സ്മാർട്ട് ബസാർ. എന്തോരം സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉള്ള സ്മാർട്ട് ബസാറില്. അതെ അതെ അതെ. ശരിയാ, നീ പറഞ്ഞ ശരിയാ. ശരിക്കും ഇടട്ടെ കേട്ടോ, മൊത്തം ഇട്ടേച്ച് കാണിക്കാം. അപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കർക്കിടക കഞ്ഞിയുടെ കൂടെ ഞവരക്കഞ്ഞി, കർക്കിടക കഞ്ഞി അല്ല കേട്ടോ, ഞവരക്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയേക്കണ ചമ്മന്തി പ്ലസ് പിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ട്രഡീഷണൽ റെസിപ്പി, അല്ലെങ്കിൽ പിക്കിൾ പ്ലസ് ചമ്മന്തി. വിനീഗർ ചേർക്കാത്തോണ്ട് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഞാൻ നിങ്ങളോട് പേരിടാനായിട്ട് നിർദ്ദേശിച്ചേക്കുക. നിങ്ങൾ പേരിട്ട് സഹായിക്കുക. അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഒരു സ്പെഷ്യൽ കറിവേപ്പില ചമ്മന്തി. അതെ, ഞാൻ ഇട്ടേക്കണ പേര് വിത്ത വാളംപുളി സിറപ്പ്. റെഡിയായി. കർക്കിടകത്തിന് ലാവിഷായിട്ട് കഴിക്കാം. കർക്കിടകത്തിന് ലാവിഷ് അല്ല കേട്ടോ, കർക്കിടകത്തിന് ഡിന്നറിന് സെർവ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ, വേപ്പില നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ചെയ്താലാണ് ശരിക്കും അരഞ്ഞു കിട്ടുകയുള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല, വളരെ നല്ലതാണ്, എല്ലാത്തിനും നല്ലതായത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണെങ്കിൽ വീഡിയോ എടുക്കണം കൊണ്ടാണ് ഡിലേ വരണത്. അത് വീഡിയോ ചെയ്യണ എല്ലാ വ്യക്തികൾക്കും അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് ഓടിച്ചോടിച്ച് പണത് പോവാം. അപ്പം വളരെ നല്ലൊരു തൊടുകറിയാട്ടോ. ഇപ്പം എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല അഭിപ്രായം തുറന്ന് പറയാമെന്ന്. മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വെണ്ണ പോലെ അരയുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി കഴിക്കുമ്പോ അപ്പയുടെ അഭിപ്രായം ചോദിക്കാം. കർക്കിടകത്തിൽ മാത്രമല്ല, ഏത് സമയത്തും ഇത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. തൊട്ട് കൂട്ടാനായിട്ട് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാം, പിന്നെ ഫ്രൈഡ് റൈസിനും കഴിക്കാം അല്ലേ. ഇങ്ങനെ കഴിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഓക്കെ, ചൂടാറിയതിന് ശേഷം ഞങ്ങളൊരു കുപ്പി, പണ്ടത്തെ ബ്രൂ കുപ്പി, വളരെ പണ്ടുള്ള ബ്രൂ കുപ്പി ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ പാക്കറ്റ്. ഇതേ സ്പൂൺ നമുക്ക് ചെറുത് തന്നെ എടുക്കാം കേട്ടോ. ഇത് കടക്കൂല. ഞാൻ ഇതെടുത്ത് എന്നാന്നറിയാമോ, പെട്ടെന്ന് പരിപാടി കഴിയട്ടെന്ന് ഓർത്തു. അപ്പൊ എന്നെ ദൈവം പറഞ്ഞു, നീ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പരിപാടി കഴിക്കണ്ട, നീ പതുക്കെ ഇട്ടാ മതിയെന്ന്. എൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയാ. തിരിച്ച് മറ്റേ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല എനിക്ക്. ലാസ്റ്റ് ശരിയാക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇനി ചോറിന്റെ കൂടെ എടുക്കാം. നേരം കാണിക്കാം അല്ലേ. ഞാനും എടുക്കുവാണ് സ്വല്പം കറിവേപ്പില. പയറെടുത്തോളോട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ടൊരു കർക്കിടക സ്പെഷ്യൽ ഡിന്നർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു ഐറ്റമായിരുന്നു ഈ കറിവേപ്പില ചമ്മന്തി. അതും ഞവരക്കഞ്ഞിയും കൂടെ നല്ല കിഡിലൻ കോമ്പിനേഷനായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ നല്ലെണ്ണയൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തിയുടെ സ്വാദും അത് ചുടു കഞ്ഞിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലും, ഭയങ്കര അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്. എന്തായാലും അന്നത്തെ ഞങ്ങളുടെ കർക്കിടക ഡിന്നർ ശരിക്കും ഒരു മെഡിസിനൽ ഫീല് നൽകി കേട്ടോ.